ലോകേഷ് കനകരാജ് തൻ്റെ സിനിമയായ കൂലിയിൽ വയലൻസിന് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഗൺ ഷോട്ടും ഡ്രഗ്സിൻ്റെയും ഒരു സീന് പോലും സിനിമയ്ക്കകത്ത് ഉണ്ടാവില്ല എന്ന് ട്രെയിലർ വന്നതോടെ ആ ഒരു കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട്. ലോകേഷ് ഇത് പറഞ്ഞത് തെറ്റായ കാര്യമാണ്, അല്ലെങ്കിൽ കള്ളമാണ്. കൂലി ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആണോ, അതോ LCUമായിട്ട് കണക്ഷൻ ഉണ്ടാകുമോ, ലിയോയിൽ വന്നതുപോലെ അവസാനം LCU കണക്ഷൻ കാണുമോ എന്നുള്ളതും കൂലി ട്രെയിലർ ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോ. സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ കഥകൾ കാണുവാനും കേൾക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രെയിലറിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഹാർബർ കാണാൻ പറ്റും. ഹാർബർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കിങ് പിൻ എന്ന ഹാർബറാണ്. ഈ ഹാർബറിനെയാണ് ആദ്യം കാണിക്കുന്നത്. രണ്ടാമത് ഒരു സെമിത്തേരിയാണ് കാണിക്കുന്നത്. ലോകേഷിൻ്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെയിലറിൽ പോലും പുള്ളി സിനിമ എന്താണെന്നോ സിനിമയുടെ കഥ എന്താണെന്നോ ഒരു ഐഡിയ പോലും കൊടുക്കില്ല. പക്ഷേ സിനിമ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള ഹിൻഡ് ട്രെയിലറിൽ എപ്പോഴും ലോകേഷ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ലോകേഷിൻ്റെ സിനിമകളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിലർ കട്ട് ഇങ്ങനത്തെ രീതിയിലാണ്. കൈദി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാട്ടിലൂടെ ഒരു വലിയ ലോറി കടന്നു പോകുന്നതാണ്. രണ്ടാമത്തെ ഫ്രെയിമിലാണെങ്കിൽ ഒരു വലിയ കണ്ടെയ്നർ നമുക്ക് കാണാൻ പറ്റും. ഈ കൈദി സിനിമയിൽ ആ ലോറിയും കണ്ടെയ്നറും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഇനി മാസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രെയിലറിൻ്റെ ആദ്യം കാണിക്കുന്നത് ഒരു ജുവനൽ ഹോമാണ്. രണ്ടാമത് ഒരു കോളേജിൽ കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു ഷോട്ടാണ് കാണിക്കുന്നത്. പിന്നെ ജുവനൽ ഹോമിലുള്ള കുട്ടികളെ കാണിക്കുന്നുണ്ട്. ഇനി വിക്രമിലോട്ട് വന്നു കഴിഞ്ഞാൽ വിക്രമിൻ്റെ വീടാണ് ആദ്യം കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഷോട്ട് വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചൻ എന്ന കഥാപാത്രത്തെ കൊല്ലുന്നതാണ് ആ ഷോട്ടിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് സിനിമ കണ്ടവർക്ക് അറിയാം. ലിയോയുടെ ട്രെയിലറിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് കാശ്മീരാണ്. രണ്ടാമത്തെ ഷോട്ടിലാണെങ്കിൽ ഹൈന വന്നിട്ടുണ്ട്, എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ള ഈ ഒരു സീനാണ് കാണിക്കുന്നത്. സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഹൈനയ്ക്കുള്ള ഇമ്പോർട്ടൻസും കാശ്മീരിൻ്റെ ഇമ്പോർട്ടൻസും എത്രത്തോളം ആണെന്ന് LCU ഭ്രാന്തന്മാർക്ക് എല്ലാവർക്കും അറിയാം. കൂലിയുടെ ട്രെയിലറിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ഹാർബറും പിന്നെ സെമിത്തേരിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തെ മുൻനിർത്തിയായിരിക്കും പടം മുന്നോട്ട് പോകുന്നത്. അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണെന്നാണ് ഈ വീഡിയോ. ഓക്കെ, ട്രെയിലറിലോട്ട് വരാം. നമുക്ക് സൈമണിൻ്റെ ബാക്ക് ഷോട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സൈമണിൻ്റെ ക്യാരക്ടർ നടന്നു പോകുന്നുണ്ട്. ആ നടത്തം കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. ഈ ഒരു ലുക്ക് കഴിഞ്ഞിട്ടുള്ള സീനാണ് ഈ ഒരു സീന്. ഇതിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനായിട്ട് അലറി വിളിക്കുകയാണ് സൈമൺ. ഈ രണ്ട് ഡ്രസ്സിങ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേ കോസ്റ്റ്യൂമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത്, ഈ ഷിപ്പിൻ്റെ അകത്ത് ഇത്രയും വലിയ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു പക്ഷേ ഇത് ക്യാമറയ്ക്കകത്തുള്ളതോ അല്ലെങ്കിൽ ഹാർബറിൻ്റെ അകത്തുള്ളതോ CCTV വിഷ്വൽസ് ആയിരിക്കാം. ഇതിൽ നമുക്ക് നോട്ട് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ കൂലിയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷോട്ട് കാണാൻ കഴിയും. ഒരു പുറത്തോട്ട് അടുത്ത വീഡിയോയിലും ലോകേഷിന് ഈ ഒരു സീൻ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യമൊന്നും മനസ്സിലാവില്ല. പിന്നെ ട്രെയിലർ കാണുമ്പോൾ കുറച്ച് ഹിൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. സിനിമ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വ്യക്തമാകും. അതുമാത്രമല്ല ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെയാണ് സൈമൺ പ്രൈവറ്റ് ജെറ്റിൻ്റെ അടുത്തോട്ട് നടന്നു പോകുന്നത്. നമുക്ക് ദയാലിൻ്റെ ഈ ഒരു ബാക്ക് ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ സമയം നോക്കുന്നതായിട്ട് കാണാൻ കഴിയും. നമുക്കൊന്ന് KGFലോട്ട് പോയിട്ട് വരാം. KGFൽ പണിയെടുക്കുന്ന ആൾക്കാരെയും ഇതേ സമയപരിധിയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ അടിമകളെയാണെങ്കിൽ ഇവിടെ കൂലികളെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഈ ഒരു ഷോട്ടിൽ ഒരുപാട് കൂലികളിൽ നിന്നും ഒരു കൂലിയെ ആവശ്യമുണ്ട് എന്നുള്ള രീതി പറയുമ്പോഴും നമുക്ക് ഒന്നുകിൽ ദേവയായിരിക്കാം, ഇല്ലെങ്കിൽ ഉപേന്ദ്രയുടെ ക്യാരക്ടറിനെ ആയിരിക്കും. നമ്മൾ ഇനി അടുത്ത ഷോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സൗബിൻ്റെയും രജനി സാറിൻ്റെയും ക്യാരക്ടേഴ്സ് നേർക്ക് നേരെ നിൽക്കുന്ന ഈ ഒരു സീനിൽ പിറകിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രുതി ഹാസൻ്റെ പ്രീതി എന്ന ക്യാരക്ടറെ നമുക്ക് കാണാം. ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കരാട്ടെ കാർത്തിയെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മോണിക്ക സോങ്ങിൽ കരാട്ടെ കാർത്തി നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല ഈ ഒരു രംഗത്തിൽ JCB ഇല്ലാതിരിക്കുന്നത് കരാട്ടെ കാർത്തിയാണ്. അപ്പോൾ മുന്നേ തന്നെ ഇവരെല്ലാവരും ഒരേ ഗ്യാങ് ആണെന്നുള്ള കൺഫേം ആണല്ലോ. പിന്നെ ഈ ഒരു സീനിൽ നമ്മുടെ ബോട്ടിൻ്റെ രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ AP ആണ്, ആന്ധ്രാപ്രദേശ്. പിന്നെ ഈ ഒരു ഷോട്ടിൽ ദേവാ മാൻഷനിലോട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ഒരു ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ TN തമിഴ്നാട് രജിസ്ട്രേഷനാണ് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഹാർബറിലുള്ള എല്ലാ സീനും വിശാഖപട്ടണത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീനും വിശാഖപട്ടണത്തിലായിരിക്കാം. അതുമാത്രമല്ല തമിഴ്നാടുള്ള രജനി സാറിൻ്റെ കഥാപാത്രമായ ദേവ എന്തിനായിരിക്കും ഈ ഒരു ആന്ധ്രാപ്രദേശിലെ കിങ് പിൻ എന്ന് പറയുന്ന ഈ ഒരു കൂലികളുടെ സംഗീതത്തിലോട്ട് പോയത്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയാം. ദയാലും ദേവയും തമ്മിലുള്ള ഈ ഒരു സീനിൽ എന്തിനാണ് ഈ ശ്രുതി ഹാസൻ്റെ ക്യാരക്ടർ വന്നത്? അതുമാത്രമല്ല ഇമോഷൻലെസ് ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും സൗബിൻ ഷാഹിർ ഈ ഒരു സിനിമയ്ക്കകത്ത്. അത് ട്രെയിലറിൻ്റെ പല രീതിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഷോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കീയുടെ പിറകിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തോ 71 എന്നുള്ള രീതിയിൽ പിറകിൽ സ്റ്റാർ എന്ന രീതിയിലും വ്യക്തമാക്കുന്നുണ്ട്. അതായത് തലൈവർ 171 മൂവി എന്നുള്ളതിൻ്റെ ഡിനോട്ടാണ് ഈ ഒരു സാധനം. ഇതൊരു നോർമൽ കീ ആയിട്ട് തോന്നുന്നില്ല. ഈ കീ കൊണ്ടായിരിക്കണം എന്തോ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. ഈ ഒരു ഷോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് ചെയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഇലക്ട്രിക് ചെയറിൽ ഇതുകൊണ്ടായിരിക്കാം ഷോക്ക് അടുപ്പിച്ച് കൊല്ലുന്നത് ആൾക്കാരെ. അതുമാത്രമല്ല ഈ ഒരു സ്ഥലത്തിരുന്നാണ് സത്യരാജിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ചിരിയിൽ നമുക്ക് മനസ്സിലാവും പുള്ളി ചെയ്ത ഏതോ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ടും ഉണ്ട്. ഈ ഒരു ഇലക്ട്രിക് ചെയർ വർക്കായിക്കാനാണ് ഈ ഒരു സാധനം വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചെയറിൻ്റെ പ്രത്യേകത എന്താണ്? മരിച്ചവർക്ക് ജീവൻ വെപ്പിക്കാനാണോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത്. ശ്രുതി ഹാസൻ ഒരുപാട് ബോഡി എടുത്തുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതോ ടൈം ട്രാവൽ ആണോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. ഈ സിനിമ കണ്ടാലേ നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അതുമാത്രമല്ല സത്യരാജ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ശ്രുതി ഹസൻ്റെ ക്യാരക്ടർ സത്യരാജിനെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. ട്രെയിലറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സത്യരാജിൻ്റെ മകളായിരിക്കാം ശ്രുതി ഹസൻ്റെ ഈ ഒരു റോള് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഷോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രുതി ഹസൻ എന്തോ കണ്ട് പേടിച്ച് അല്ലെങ്കിൽ ഭയന്ന് ഞെട്ടി നിൽക്കുന്നതായിരിക്കാം. ആദ്യമായി ചെയ്യുന്ന എന്തോ കാര്യമായിരിക്കാം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശവശരീരത്തിൻ്റെ കാല് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു പോളിത്തീൻ കവറിൽ ടാഗ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ കെട്ടി വെച്ച ഈ ഒരു ശവത്തിനെ ആയിരിക്കാം പല ഷോട്ടുകളിലായി ശ്രുതി ഹസൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ എക്സ്പെരിമെൻറ്റിനായിരിക്കാം, ഇല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ട് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇലക്ട്രിക് ചെയറിൽ വെച്ച് എന്തോ ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. ഓരോ സമയത്തും നമ്മൾ ഈ ഡ്രസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡ്രസ്സാണ്. അതുമാത്രമല്ല പലതരത്തിലുള്ള ബോഡികളും ആയിരിക്കാം. ഒന്നുകിൽ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രഷർ വഴിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും ഭയന്നിട്ടായിരിക്കണം ഈ ഒരു ക്യാരക്ടർ ഈ ഒരു പണി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഹാഗ് ചെയ്യുന്നതും എല്ലാം ഒരു ലേഡി ക്യാരക്ടറാണ്. കാരണം ഈ ഇഞ്ചക്ട് ചെയ്യുന്ന സീനിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു നീണ്ട നഖം നമുക്ക് കാണാൻ കഴിയും. അതൊരു പെൺകുട്ടിയുടെ നഖമാണ്. അതുമാത്രമല്ല ഈ ഒരു ഷോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് ശ്രുതി ഹസൻ്റെ ഈ ഒരു ഷോട്ടിലുണ്ടാവുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. പക്ഷേ ഈ ശവശരീരങ്ങൾ കൊണ്ടൊക്കെ ഇവർ രണ്ടുപേരും എന്തായിരിക്കും ചെയ്യുക? ഒരു പക്ഷേ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ മകൾ ചെയ്യുന്നതോ മകൾ ചെയ്യുന്ന കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്നതോ ആയിരിക്കാമോ? ഇതൊക്കെ ലോകേഷിൻ്റെ ഒരു ട്രിക്കാണ് നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഈ ബോഡികളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഏത് രീതിയിലാണ് ഇവിടെ എത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷോട്ടിൽ വ്യക്തമായി കാണുന്നുണ്ട് ഒരു പിക്കാസ് പോലുള്ളൊരു സാധനം എന്തേ അവിടെ വച്ചേക്കുന്നത്. ഈ ഒരു സാധനം നമ്മൾ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശ്രുതി ഹസൻ്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സാധനം വ്യക്തമായിട്ട് പോസ്റ്ററിൽ തന്നെ ആദ്യമേ തന്നെ കാണിക്കുന്നുണ്ട്. സത്യരാജിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വയർ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ക്യാരക്ടർ പോസ്റ്ററും പിന്നെ ട്രെയിലറിലെ ഈ ഒരു സാധനമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏതോ ഡെഡ് ബോഡീസൊക്കെ ആയിരിക്കും ഇവരുടെ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു ഷോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൾഡ് സ്റ്റോറേജ് വാൻ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും കോൾഡ് സ്റ്റോറേജ് വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചൂടാവാതിരിക്കാനായിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുപോകുന്നത്. അതുപോലെ ആയിരിക്കും ഈ ഒരു വാനിൽ വന്ന ഈ ഒരു ഡെഡ് ബോഡീസ് ആയിരിക്കും ശ്രുതി ഹസൻ ഇപ്പോൾ കളക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗണിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സിനിമ കഥകൾ കാണുവാനും കേൾക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.